ഇന്നത്തെ ജയിൽ നോമിനേഷനിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം. നിലവിൽ 10 മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിലുള്ളത്. അതിൽ 9 പേരും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനുമോളെയാണ്. അതിന് വ്യക്തമായ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു പാവ ടാസ്കിനിടയിൽ അനുമോള് അക്ബറിനെതിരെ മോശം പരാമർശം നടത്തി എന്നുള്ളതാണ്. അത് അക്ബറും ലക്ഷ്മിയും ഒക്കെ അവിടെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു. പിന്നെ കിച്ചണിലെ പ്രശ്നങ്ങളാണ് നൂറയും ആദിലയും നെവിനും ഒക്കെ അനുമോൾക്കെതിരെ പറഞ്ഞത്. അങ്ങനെ 9 പേരും അനുമോൾ ഒഴിച്ച് ബാക്കി 9 പേരും അനുമോളെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ജയിലിലേക്ക്. അനീഷിനെ 4 പേരാണ് നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ 5ാമത്തെ തവണ അനീഷ് ജയിലിലേക്ക് പോകുന്നൊരു പ്രത്യേകത കൊണ്ടുണ്ട്. അനീഷിനെ ഇതൊരു ഗ്രൂപ്പ് ചേർന്ന് ടാർഗറ്റ് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനീഷ് അല്ലാതെ അവിടെ ആര്യനും അതേപോലെ തന്നെ നൂറ, നെവിനൊക്കെ അനീഷ് അല്ല പോകേണ്ടത്, റെഡിക്കും ഇവരിൽ 3 ഒരാളായിരുന്നു ജയിലിലേക്ക് പോകേണ്ടത് അനുമോൾക്കൊപ്പം എന്നാണ് ഇവിടെ ഒരു ഗ്രൂപ്പിസം നടന്നതായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ ഇതാ 10 മത്സരാർത്ഥികളിൽ 9 പേരും നോമിനേറ്റ് ചെയ്ത് അനുമോളും 4 പേര് നോമിനേറ്റ് ചെയ്ത് അനീഷുമാണ് ജയിലിലേക്ക് പോയിരിക്കുന്നത്. അനീഷിൻ്റെ കാര്യത്തിൽ ഒരു ഗ്രൂപ്പിസം നടന്നതുപോലെ തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക.